ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു പുതിയൊരു സൈറ്റാണ്. അപ്പോൾ ഇന്നിവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ വലിയ വലിയ കെട്ടിടങ്ങളിൽ മാത്രം മതിയോ ഈ പൈലിങ് ചെയ്യുന്നത് വലിയ വലിയ കെട്ടിടങ്ങളിൽ മാത്രം ചെയ്താൽ മതിയോ? അപ്പോൾ ഒരിക്കലും അല്ല. നമ്മൾ ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിലും അതൊരു ചെറിയൊരു റൂമാണെങ്കിലും പൈലിങ് ചെയ്യേണ്ടടുത്ത് പൈലിങ് ചെയ്ത് തന്നെ നമ്മൾ അത് പണി ചെയ്യണം. കാരണം ഈ സൈറ്റ് എന്ന് പറയുന്നത് ഇത് ഫുൾ വയലാണ്, അതായത് ചതപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇതൊരു 3300 സ്ക്വയർ ഫീറ്റ് ഒരു 4 നില ഒരു ബിൽഡിങ്ങാണ് വർക്ക് ചെയ്യുന്നത്, ചെറിയൊരു കെട്ടിടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൈലിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണൽ ഉറപ്പില്ലാത്ത മണലാണ്, അതായത് മണ്ണിട്ട് നിമത്തിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെപ്പോഴും പൈലിങ് ചെയ്ത് തന്നെ ബിൽഡിംഗ് പണിയണം. അത് വലിയ ബിൽഡിങ്ങിന് മാത്രമല്ല, അത് ചെറിയൊരു ബിൽഡിംഗ് ആയാൽ പോലും നമ്മൾ പൈലിങ് ചെയ്യേണ്ടടുത്ത് പൈലിങ് ചെയ്ത് തന്നെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ചതുപ്പായതുകൊണ്ടാണ് നമ്മൾ പൈലിങ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 13 ഫില്ലറുണ്ട്. അതിലിപ്പോൾ അവർ 6 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 7 എണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ സാധാരണ അവർ ഒരു ദിവസം 2 എണ്ണമാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം 16 മീറ്റർ താഴ്ചയിലാണ് ഇത് ചെയ്യുന്നത്. കാരണം അവർ ഒരു ദിവസം 2 എണ്ണമാണ് ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ട്, കാരണം മണൽ ഇളക്കാൻ ഉറപ്പില്ലാത്തതുകൊണ്ട് മണൽ ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ ചെളിയും വേറെ കെമിക്കലൊക്കെ അതിനകത്ത് ഇറക്കിയാണ് അവർ പൈലിങ് ചെയ്യുന്നത്. പൈലിങ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അടിയിലിറക്കുന്ന റിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത്, പില്ലറിൻ്റെ സൈസ് 50 സെൻറ്റിമീറ്ററാണ്. മുകളിലോട്ട് വരുന്നത് 40 സെൻറ്റിമീറ്റർ. ആ ഒരു ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വീഡിയോയും അപ്ഡേറ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഒന്നും കൂടി പറയാണ്, ചെറിയൊരു ബിൽഡിംഗ് ആയാലും വലിയൊരു ബിൽഡിംഗ് ആയിരുന്നാലും പൈലിങ് ചെയ്യേണ്ടടുത്ത് നമ്മൾ പൈലിങ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഒരു ടെൻഷനോ ഒന്നും വേണ്ട. അല്ലാതെ പൈലിങ് ചെയ്യുന്ന പൈസ കൂടുതലാകും എന്നൊക്കെ കരുതി ലാഭം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കായിരിക്കും പണി കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.